ലോസ് ഓഫ് മോഷനിലെ ഇൻക്ലൈൻഡ് പ്ലെയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ തവണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. അത് സോൾവ് ചെയ്യുന്നതിലൂടെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം, ഒരു ഷോർട്ട് കട്ട് ഇക്വേഷനിലേക്ക്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡിൽ ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, a block takes twice as much time to slide down a rough 45-degree inclined plane as it takes to slide down as identical smooth 45-degree plane. The coefficient of kinetic friction between the block and the rough inclined plane is. Okay, questions മനസ്സിലായി. രണ്ട് inclined plane, രണ്ടിൻ്റെയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി, രണ്ടും ഐഡൻറ്റിക്കൽ ആണ്. ബട്ട് മെയിൻ ഡിഫറൻസ്, ഒന്ന് സ്മൂത്ത് ആണ്, ഫ്രിക്ഷൻ ഇല്ല, ഒന്ന് റഫ് ആണ്, ഫ്രിക്ഷൻ ഉണ്ട്. ഒരു ബോഡിയെ ഈ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മുകളിൽ നിന്നും നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തെത്താൻ T സെക്കൻഡ് സമയമാണ് എടുക്കുന്നതെങ്കിൽ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അത് കുറച്ച് കൂടുതൽ സമയം എടുക്കും, കാരണം ഫ്രിക്ഷൻ ഉണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ, ട്വൈസ് എന്നാണ്. റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ 2t സെക്കൻഡ്സ് ആണ് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, സ്ലൈഡ് ഡൗൺ ചെയ്യാനുള്ള സമയം. സ്മൂത്തിൽ T ആണെങ്കിൽ 2t. ഓക്കെ, ഇത് മാത്രമേ ഗിവൺ ആയിട്ടുള്ളൂ. നമ്മൾ ഫൈൻഡ് ചെയ്തത് വാട്ട് ഈസ് ദി കോഎഫിഷ്യൻ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കീ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കണം. നോക്കൂ, ഈ ബോഡി ഐഡൻറ്റിക്കൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന ഡിസ്റ്റൻസ് രണ്ട് കേസിലും സെയിം ആണ്. ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി, അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ കിട്ടുമോ നോക്കാം. കിട്ടും, നോക്കിക്കോളൂ. ഞാനിവിടെ രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ വരയ്ക്കുകയാണ്. ഒന്ന് സ്മൂത്താണ്, ഒന്ന് റഫാണ്. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഇത് സ്മൂത്താണ്, ഇത് റഫാണ്. ഇവിടുന്ന് ഒരു ബോഡി ജസ്റ്റ് റിലീസ് ചെയ്തു, ഇനീഷ്യൽ വെലോസിറ്റി 0. അതേപോലെ തന്നെ ഇതിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി 0. ഈ സ്മൂത്ത് സർഫസിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുത്ത സമയം T സെക്കൻഡ് ആണെങ്കിൽ റഫ് സർഫസിൽ നിന്നും കുറച്ച് ഡിലേ ആവും. അത് ഞാൻ NT സെക്കൻഡ്സ് എന്ന് എടുക്കുകയാണ്. ക്വസ്റ്റ്യനിൽ ട്വൈസ് എന്നാണ് പറഞ്ഞത്, T ആണെങ്കിൽ 2t എന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്ന് ജനറലൈസ് ചെയ്യാം, ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. എന്നിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റൻസ് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ h=ut + ½ at² കൊടുക്കുമ്പോൾ ut 0 + ½ at². സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ ആക്സിലറേഷൻ g sin θ. തിയറിയാണ്, പഠിച്ചിട്ടുണ്ടാവണം. g sin θ. ടൈം t² = റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ut 0 ½ a. റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ആക്സിലറേഷൻ g sin θ - μg cos θ. തിയറി g sin θ - μg cos θ. ടൈം nt ആണ്, അപ്പോൾ n² t². കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാം. t² കട്ടായി, ദെൻ ഹാഫ് കട്ടായി, g എല്ലാത്തിലും ഉണ്ട്, കട്ട് ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ആയതുകൊണ്ട് നമുക്ക് അതിവിടെ അപ്ലൈ ചെയ്യാം. sin 45 ബ്രാക്കറ്റ് ഉണ്ട്, sin 45 മൈനസ് mu cos 45 n². sin 45 1/√2 മൈനസ് mu cos 45 1/√2 n². എല്ലാത്തിലും 1/√2 ഉണ്ടല്ലോ, അപ്പം നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് എനിക്ക് കിട്ടുക 1, ഇവിടെ 1 മൈനസ് mu × n². ഓക്കെ, യെസ്, നമുക്ക് mu ആണ് വേണ്ടത്. അപ്പോൾ
അപ്പോൾ ഇതാ 1/n² equal to 1 minus mu. Mu ഇങ്ങോട്ടേക്ക് എടുത്തു, അപ്പോൾ mu is equal to 1 minus 1/n². Mu equal to n² minus 1/n². ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ n equal to 2 ആണ്. ഈ ക്വസ്റ്റ്യനിൽ ട്വൈസ് ആണ്, n equal to 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mu equal to 2² 4 minus 1 divided by 2² 4 3/4. That's equal to 0.75. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ 0.75 എന്നാണ് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഫൈനൽ ഇക്വേഷൻ എന്താ, ഈ ഇക്വേഷൻ mu is equal to n² minus 1/n². ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇത് ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ലിങ്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരം കിട്ടാൻ വേണ്ടി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്.